കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നമ്മൾ കാണുന്ന സച്ചി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ടെറസിന് മുകളിൽ ഇങ്ങനെ കിടക്കുവാണ്. സച്ചിക്കാണ് ഉറക്കം വരുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാവരും കിടന്നു നല്ല ഉറക്കം പിടിച്ചു, പക്ഷെ സച്ചിക്ക് ഉറങ്ങാൻ ഉണ്ടായിരുന്നില്ല. സച്ചി കുറെ സമയം ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് നോക്കി, പിന്നെ കുറെ സമയം നടന്നു നോക്കി, ഒരു രക്ഷയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തണുക്കുവാണോ എന്തൊക്കെയോ ഒരു വല്ലാതെ ബുദ്ധിമുട്ടുകൾ. ഒരു പക്ഷെ രേവതി ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ടായിരിക്കോ, അവള് ഹാളിലാ കിടക്കണേ. ഒന്ന് പോയി നോക്കിയാലോ. സച്ചി ആദ്യം ഒന്ന് ആലോചിച്ചു, അല്ലേ വേണ്ട. അങ്ങനെ ചെന്ന് നോക്കിയിട്ട് അവൾ എന്ത് വിചാരിക്കും. പിന്നെ സച്ചി കുറെ സമയം കൂടെ ഇരുന്നു, ഒരു രക്ഷയില്ല, ഉറങ്ങാനേ പറ്റുന്നില്ല. അവസാനം സച്ചി രണ്ടും കൽപ്പിച്ച് താഴേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഇറങ്ങി വന്നിപ്പോ രേവതി ഹാളിലൊരു പായൊക്കെ ഇട്ട് അത് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. പാവം, ആ കിടപ്പ് കണ്ടപ്പോ തന്നെ സച്ചിക്ക് ഒരു സങ്കടമൊക്കെ വന്നു. പിന്നീട് സച്ചി രേവതിയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ്. രേവതിയുടെ അടുത്ത് ഇരുന്നിട്ട് രേവതിനെ പതുക്കെ വിളിക്കുകയാണ്. രേവതി പെട്ടെന്ന് ഞെട്ടിപ്പോയി, നല്ല ഉറക്കത്തിന് സമയമായിരുന്നു. എന്താന്ന് ചാടി എഴുന്നേക്കുവാണ്. അത് ഞാനാ. എന്താ സച്ചിയേട്ടാ, എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അതെ, നീ എഴുന്നേറ്റെന്ന് പറയും. എന്തിന്? ബാ, നമുക്ക് ടെറസിൽ പോകാന്ന് പറയണം. ഇതേ, ഇപ്പൊ എന്തിനാ ടെറസിലേക്ക് പോന്നെ? നമുക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാം. ഈ പാതിരാത്രി 12 മണി കഴിഞ്ഞ സമയത്താണ് സംസാരിച്ചോണ്ടിരിക്കണേ. എനിക്ക് ഉറക്കം വരുന്നില്ല. അതിനിപ്പോ എന്ത് ചെയ്യുന്നേ? നീ ആയിട്ട് കുറച്ചു നേരം സംസാരിച്ചിരുന്നാ മതി എന്ന് പറയണം. ദേ സച്ചിയേട്ടാ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, സച്ചിയുടെ ഒന്ന് പോയിക്കേന്ന് പറഞ്ഞിട്ട് രേവതി വീണ്ടും മൂടി പോച്ച് കിടക്കണം. സച്ചി വിടാൻ കൂട്ടാക്കില്ല. സച്ചി വീണ്ടും അതെ, ഇത് എഴുന്നേക്കാനല്ലേ പറഞ്ഞേ. വേണ്ട സച്ചിയേട്ടാ, ഞാൻ ഇവിടെ കിടന്ന് ഉറയിക്കോളാം, സച്ചിയേട്ടൻ പോയി കിടക്കാൻ പറയണം. ദേ, അങ്ങനെ ഇപ്പൊ നിന്നെ ഉറങ്ങാൻ ഞാൻ വിടുന്നില്ല, എനിക്ക് കുറച്ചേരം സംസാരിക്കണം എന്ന് പറയാം. ദേ, അച്ഛൻ ആരിലും എഴുന്നേറ്റ് വന്നു കണ്ടിട്ടുണ്ടെങ്കിൽ മോശക്കേടാ. സച്ചിയാണ് എന്താ കാണിക്കുന്നത്, പൊക്കേന്ന് പറയണം. പക്ഷെ സച്ചി പോകാൻ കൂട്ടാക്കില്ല. സച്ചി രേവതിനെ പിടിച്ചങ്ങോട്ട് എഴുന്നേപ്പിച്ചു. പിന്നീട് പായും തലണയും കൊണ്ട് എടുത്തു. ഇങ്ങോട്ട് വാ എന്ന് പറയണം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതെ, അയ്യോ, വെള്ളക്കുപ്പി എടുക്കാൻ പറഞ്ഞു, അതും കൂടെ എടുത്തോളാന്ന് പറഞ്ഞിട്ട് അതും കൂടെ എടുക്കുവാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഒരു കൈ കൊണ്ട് രേവതിയുടെ കയ്യെ പിടിച്ച് വലിക്കുക. എന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ എടുത്തോണ്ട് സച്ചി അങ്ങോട്ട് മുന്നിൽ പോയി. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വന്നാ മതി എന്ന് പറയണം. അങ്ങനെ ടെറസിന്റെ അങ്ങോട്ട് ചെന്നു. ടെറസിന്റെ അവിടെ ചെന്നിട്ട് സച്ചിയുടെ അടുത്തേക്ക് ഇതിന്റെ രേവതിയുടെ പായം കൂടി ഇട്ടു. ഇത് ഇവിടെ ഇരിക്കാൻ പറയണം. എന്തിന്? ഇവിടെ ഇരിക്കുക, നമുക്ക് കുറച്ചു നേരം സംസാരിക്കാന്ന് പറയണം. എന്ത് സംസാരിക്കാനാ സച്ചേട്ടാ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറയണം. പിന്നെ ഒരുറക്കം വരുന്നു. നിങ്ങൾ നോക്കിയേ, മാനത്തേക്ക് നോക്കിയേ, എന്ത് രസമല്ലേ നിലാവൊക്കെ കാണാനായിട്ട്. പിന്നെ പാതിരാത്രി 12 മണിയൊക്കെ സമയത്ത് നിലാവ് കാണാൻ എനിക്ക് എന്നെ പ്രാന്താണോന്ന് ചോദിക്കാം. ഓഹോ, അപ്പൊ പ്രാന്തുള്ളവർ മാത്രം നിലാവ് കാണത്തുള്ളൂ എന്ന് ചോദിക്കും. അതല്ല സച്ചേട്ടാ, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയണം. ദേ, നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാം. ഒന്ന് ഓർത്ത് വെക്കേ, എന്ത് രസമല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. രാത്രി ഇങ്ങനെ നമ്മൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ അതെ അതെ, നല്ല നല്ല രസമുണ്ട്. സച്ചേന്റെ അടുത്ത് സംസാരിക്കാൻ കൊള്ളില്ല. 10 മിനിറ്റ് അധികം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സച്ചേട്ടനായിട്ട് അടിയുണ്ടാക്കും. അവസാനം എല്ലാത്ത കുറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതെ, ഇനി ഞാനൊന്നും കുറ്റമൊന്നും പറയില്ല, നീ എന്നോട് സംസാരിച്ചാൽ മതി എന്ന് പറയും. പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതല്ലേ, ഇങ്ങനെ സംസാരിക്കാനെന്ന് പറഞ്ഞ് വിളിച്ചിരുത്തും. അവസാനം സച്ചേട്ടൻ എന്നെ ചീത്ത പറഞ്ഞിട്ട് ഒറ്റ ഉറക്കം അങ്ങോട്ട് ഉറങ്ങും. മറ്റുള്ളവരുടെ ഉറക്കവും കെടുത്തും. പിന്നെ എനിക്ക് കിടന്ന ഉറക്കം പോലും വരത്തില്ല. ഒരു സമയത്ത് നമ്മൾ കിടന്നുറങ്ങിയില്ലേ, പിന്നെ നമുക്ക് കിടന്ന ഉറക്കം വരത്തില്ലാന്നേ. എന്താ രേവതി, നീ ഇരിക്കാൻ പറഞ്ഞ് സച്ചി അവിടെ രേവതിനെ പിടിച്ചെടുത്തുവാണ്. രേവതി പറഞ്ഞു, സച്ചേട്ടന് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. അന്നാ സച്ചേട്ടൻ അവിടെ നിലാവം കണ്ടോണ്ടിരുന്നു, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാന്ന് പറയണം. നീ എന്തെങ്കിലും പറ, നീ ചിലപ്പോ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. റൂമിൽ അങ്ങനെയല്ലേ, നീ കലബലാന്ന് സംസാരിച്ചോണ്ടിരിക്കും, പെട്ടെന്ന് എനിക്ക് ഉറക്കം വരും. ഞാൻ അവിടെ കിടന്നങ്ങോട്ട് ഉറങ്ങിപ്പോ. ഇവിടെ അതുപോലെ ഇങ്ങോട്ട് സംസാരിച്ചോളാൻ പറയണം. പിന്നീട് രേവതിയോട് പറഞ്ഞു, അതെ, നീ ഒരു ഉപകാരം കൂടെ ചെയ്യും. എന്താ? പറ്റുമെങ്കിൽ നീ ഒരു പാട്ടും കൂടെ പാടാം. ആ പാട്ട് പാടി താരാട്ട് പാടി ഉറക്കാൻ പറ്റിയ സമയം എന്നുമ്പോൾ രേവതി എന്ത് ചെയ്യാണ്? രേവതി അങ്ങോട്ട് ഒറ്റ കിടപ്പങ്ങോട്ട് കിടക്കുവാണ്. സച്ചി പറഞ്ഞു, അതെ, അന്ന് ഞാൻ പറയാം, നീ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് സച്ചി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. കുറച്ചേരം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഒരു കൂർക്കമലയിട്ട് നോക്കിയപ്പം രേവതി നല്ല ഉറക്കുക. കൊള്ളാം, നല്ല ആളോട് തന്നെ താൻ പറഞ്ഞ്. സച്ചിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, അടുത്തെങ്കിലും വന്ന് കിടന്നല്ലോ. പിന്നീട് സച്ചി ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് രേവതിനെ പുതപ്പിക്കുകയാണ്. അതിനുശേഷം സച്ചിയും പതുക്കെ കിടന്നങ്ങോട്ട് ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തു. രേവതി പതിവ് പോലെ തന്നെ രാവിലെ അടുക്കള കയറി ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുവാണ്. ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, അതെ, ചായയും കാപ്പിയും എല്ലാം റെഡിയായെന്ന് ചോദിക്കും. എല്ലാം റെഡിയായ അമ്മയെന്ന് പറയണം. അല്ല, നീ ചായ എടുത്തു വെച്ചിട്ടില്ലേ? എടുത്തു വെച്ചിട്ടുണ്ട്. അതെ, ശ്രദ്ധിക്കില്ല, വർഷയ്ക്കും ശ്രീകാന്തിനുള്ള ചായ ഇങ്ങോട്ടാ, ഞാൻ കൊണ്ടേ കൊടുത്താളാന്ന് പറയണം. അല്ലമ്മ, വർഷയ്ക്കുള്ള ചായ ഞാൻ കൊണ്ടേ കൊടുത്താളാം, എനിക്കറിയാം കൊണ്ടേ കൊടുക്കാനായിട്ട്. ഓ, നീ ഇപ്പൊ ഇട്ടതുകൊണ്ടായിരിക്കില്ലേ, അതൊക്കെ കൊണ്ടേ കൊടുക്കാൻ എനിക്കറിയാം, ഇങ്ങ് എടുത്തു തന്നാ മതി എന്ന് പറയണം. പിന്നെ ഒന്നും മിണ്ടിയില്ല രേവതി ചായ ഇങ്ങെടുത്ത് കൊടുത്തു. വലിയ ആളും കളിച്ചോട് ചന്ദ്രമതി ചായയും പിടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്.
അങ്ങനെ കഥകളിലിട്ട് മുട്ടാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേനും കഥ കുറച്ച് തുറന്നു കിടക്കുന്നുണ്ട്. അതൊക്കെ അങ്ങോട്ട് മുട്ടി കഴിഞ്ഞിട്ട് ആ കഥക് തള്ളി തുറന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലൂട. അകത്ത് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയോ നോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് വർഷയുടെ സാരിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇന്നലെ രാത്രിയില് അവളെ ഉടുപ്പിച്ച സാരി ആയിരുന്നത്, അത് മടക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അമ്മേനെ കണ്ട് ശ്രീകാന്ത് ആ സാരി കയ്യിൽ നിന്ന് താഴേക്ക് ഇടുവാണ്. എന്താ അമ്മ എന്താ? എടാ നീ എന്താ സാരിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന രാവിലെ? അല്ലമ്മ അത് പിന്നെ മൊത്തം ചുളിയും കൂടെ നീയാണോ ഈ ജോലിയൊക്കെ ചെയ്യുന്നതെന്നേക്കും. അല്ലാതെ പിന്നെ കട്ടിലെ കിടക്കുന്ന കണ്ടപ്പോ ഞാൻ അവളെന്തിയെ വർഷ എന്തിയെ അവൾക്ക് ഇത് ചെയ്യാൻ മേലെ, അല്ലെങ്കിൽ എന്നോട് പറയാൻ മേലെ, അല്ലെങ്കിൽ അപ്പുറം രേവതി ഉണ്ടല്ലോ അവളോട് പറഞ്ഞ അവൾ ഇതൊക്കെ മടക്കി തരില്ലേ, അതിന് നീയാണോ ഇങ്ങനത്തെ ഈ ജോലികളൊക്കെ ചെയ്യുന്ന ചോദിക്കും. അല്ലമ്മ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, അവളെന്തേ ബാത്റൂമിലാണ് നിൽക്കും. അല്ലമ്മ അവള് പോയെന്ന് പറയണ. പോയോ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇന്നലെ രാത്രി വഴക്കുണ്ടാക്കിയില്ലേ? എനിക്ക് അപ്പോഴേ അറിയാനും എന്തിനും പ്രശ്നമാവുന്നു. എടാ ഒരു കാര്യം ചെയ്യ, നീ പെട്ടെന്ന് റെഡിയാകുക, നമുക്ക് അവളെ പോയി വിളിച്ചോണ്ട് വരാന്ന് പറയണ. അമ്മ എന്തൊക്കെയാ പറയണേ? അതേടാ എന്തേലും പ്രശ്നമുണ്ടോ നമുക്ക് പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ, അതിന് അവളെ ഇങ്ങനെ പറഞ്ഞു വരേണ്ട കാര്യമുണ്ടോ? നീ പെട്ടെന്ന് വാ, റെഡിയാവാൻ പറയണം. ദേ അമ്മ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്. പിന്നെയോ അവള് ജോലിക്ക് പോയമ്മേന്ന് പറയണ. ജോലിക്ക് പോയോ? അതെ, അവൾ ഡബ് ചെയ്യാൻ പോയെന്ന് പറയണ. ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എന്നോട് പോലും പറയുന്ന അവിടെ ചെന്നിട്ട് അവള് വിളിച്ചു പറയുക ചെയ്തേ. ദേ ഞാൻ ഡബിൾ സ്റ്റുഡിയോയിലേക്ക് പോന്ന രാവിലെ കോള് വന്നു അതുകൊണ്ട് പോന്നെന്ന്. ഇതെന്ത് ജോലിയാടാ, ഇതെന്ത് പരിപാടി അവളെ കാണിക്കുന്നേ? ഒരു വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ രീതി വേണ്ടി നിൽക്കാനായിട്ട് അവളുടെ തോന്നിയാസാണ് അവള് ചെയ്യുന്നേ. ദേ ഇവിടെ ഞാനുണ്ട്, എന്നോടൊരു വാക്ക് പോലും പറയണ്ടേ? ഇവിടെ ശ്രുതി ആണെങ്കിലും രേവതി ആണെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടാ പോന്നേ, പക്ഷെ അവള് ചെയ്ത എന്ത് പരിപാടിയാന്ന് ചോദിക്കും. അല്ലമ്മ അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തോന്നിയാസൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പറയണ. അമ്മേ അവൾക്ക് ജോലി വരുന്ന എപ്പോഴാന്ന് പറയാൻ പറ്റില്ല, ചില സമയത്ത് ഇങ്ങനെ രാവിലെ തന്നെ കോളൊക്കെ വരും. അപ്പൊ ആ സമയത്ത് അവൾ അങ്ങോട്ട് എഴുന്നേറ്റ് പോകും. അപ്പൊ അവളുടെ ഫുഡും കാര്യങ്ങളൊക്കെ അതൊക്കെ അവള് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് എവിടുന്ന് കഴിച്ചോളും. ആ കാര്യമൊന്നും അമ്മ അറിയണ്ടെന്ന് പറയണ. ഓഹോ, അപ്പൊ അമ്മയൊന്നും അറിയണ്ടല്ലേ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ചന്ദ്രമതി അങ്ങോട്ട് പോവാണ്. അപ്പൊ പെട്ടെന്ന് ശ്രീകാന്ത് വിളിച്ചിട്ട് അമ്മ ആ ചായ എനിക്ക് വന്നിട്ട് പോകും. എത്ര നാളായി അടുത്തിട്ട് കൈ കൊണ്ട് ഒരു ചായ കുടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ആ ചായ വാങ്ങിച്ചു കുടിക്കുക. നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് കുടിക്കുകയാണ്. ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു. ചന്ദ്രമതി ആ ചായയും കപ്പും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേന് രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. എന്താ ചന്ദ്രേ, എന്താ പ്രശ്നം എന്ന് ചോദിക്കണം. അല്ല ഇവിടെ എന്തൊക്കെയാ നടക്കുന്ന രവിയേട്ട, എന്താ കാര്യം? വർഷമുണ്ടല്ലോ അവൾ രാവിലെ ജോലിക്ക് പോയിരിക്കുന്നു, അതിനെന്താ കുഴപ്പം? എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല അവള്. ഈ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ആരോടും നിന്ന് പറഞ്ഞിട്ട് പോണ്ടേ? എന്നോട് പറഞ്ഞില്ല, അവൾക്ക് എന്നോട് പോകേണ്ട മര്യാദ ഇല്ലെന്ന് ചോദിക്കും. ഇതാണ് കാര്യം. ഇന്നലെ രാത്രി നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? 3 മരുമക്കൾ എവിടെയല്ലേ, 3 പേർക്കും 3 സ്വഭാവമായിരിക്കും. രേവതിയുടെ സ്വഭാവം ആയിരിക്കില്ല ശ്രുതിക്ക്, ശ്രുതിയുടെ സ്വഭാവം ആയിരിക്കില്ല വർഷയ്ക്ക്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. ദേ മരുമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് മാത്രം കാര്യമില്ല, അറിയാലോ അവളുടെ സ്വഭാവങ്ങൾ എന്താന്ന് ആദ്യം പഠിക്കുകയും കൂടി ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായി ചന്ദ്രമതിക്ക്. ചന്ദ്രമതി പറഞ്ഞ് രവിയേട്ടാ ഞാൻ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണ. അപ്പത്തേക്കും ശ്രുതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അവര് വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ രാവിലെ രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരമാണല്ലോ എന്ന് പറയണ. ഈ സമയം ശ്രുതി നോക്കിയപ്പോഴത്തേക്ക് ചായ ഇരിക്കുന്നത്. ആഹാ അമ്മ എനിക്ക് വേണ്ടി രാവിലെ കൊണ്ടുവന്നാണെന്ന് ചോദിക്കും. അല്ല ഞാനിത് വർഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നാന്ന് പറയും. പെട്ടെന്ന് ശ്രുതി കയ്യിലെടുത്ത് ചായ അങ്ങോട്ട് വെക്കുവാണ്. സോറി അമ്മേ, ഞാൻ എനിക്കാന്ന് കരുതി. അല്ല നീ എടുത്തോളാൻ പറയണ. അതെന്താ? അവൾ ഇവിടെ ഇല്ലാന്ന് പറയും. ഇവിടെ ഇല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ശ്രുതി ചോദിച്ചു, അല്ല അവൾ എവിടെ പോയി? അവള് രാവിലെ ജോലിക്ക് പോയെന്ന് പറയാണ്. ജോലിക്ക് പോയോ? ആഹാ അത് കൊള്ളാലോ. അപ്പൊ അമ്മ അതറിയാതെയാണ് ചായ എടുത്തോണ്ട് പോയെന്ന് ചോദിക്കും. ആകപ്പാടെ പെട്ടു ചന്ദ്രമതി. ഇനിയിപ്പൊ തന്നോട് പറയാതെ അവള് പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുമക്കളുടെ ഇടയിൽ തനിക്കൊരു വിലയുണ്ടാവത്തില്ല, അതൊരിക്കലും ശരിയാവത്തില്ല. അപ്പൊ അത് പറയാനായിട്ടൊരു മടി ചന്ദ്രമതിക്ക്. ചന്ദ്രമതി പറഞ്ഞു, അവള് രാവിലെ പോയപ്പോ എന്നോട് പറഞ്ഞിട്ടാ പോയെന്ന് പറയണ. ഈ സമയം രേവതി അങ്ങോട്ട് വന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് തോന്നി അമ്മ പറയുന്ന കള്ളത്തരമാണല്ലോ എന്ന്. അല്ലെങ്കിൽ അമ്മയുടെ മുഖം ഇങ്ങനെയല്ല, അമ്മയുടെ മുഖത്തൊരു വിഷമമുണ്ട്. ആഹാ അപ്പൊ നിന്നോട് അത്ര രാവിലെ പറഞ്ഞിട്ടാണോ ചന്ദ്ര പോയെന്ന് രവീന്ദ്രൻ ചോദിക്കുകയാണ്. രവീന്ദ്രൻ രാവിലെ നടക്കാൻ പോയിട്ട് വന്നാണ്. അങ്ങനെ ചോദിക്കുകയാണ്. പറഞ്ഞു ഇന്ന് പറഞ്ഞില്ല, ഇന്നലെ രാത്രി ഞങ്ങളുടെ അവൾ ഇംഗ്ലീഷിൽ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അതെന്താ നിനക്ക് ഇംഗ്ലീഷ് അറിയാന്നാണല്ലോ നീ പറയണേ, നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാന്ന് പറയാഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് അറിയത്തില്ലേന്ന് ചോദിക്കും. അല്ല അത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പണ്ടത്തെ ഇംഗ്ലീഷ് അല്ലല്ലോ ഇപ്പത്തെ. ഇവിടെ എന്തോ ഇങ്ങനെ വെള്ളം ടാപ്പിൽ നിന്ന് വെള്ളം തുറന്ന് വിടുന്ന പോലെ ചടപടേന്ന് ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ലെന്നേ. ഇപ്പോഴത്തെ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാന്ന് പറയണേ. ഇത് കേട്ട ശ്രുതിയും കൂടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. ചന്ദ്രമതിക്ക് മനസ്സിലായി ഇവർക്ക് ആ കാര്യം മനസ്സിലായെന്ന്. പെട്ടെന്ന് രേവതി പറഞ്ഞു, അമ്മയോട് പറഞ്ഞോ? അപ്പത്തേനും ശ്രീകാന്ത് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അല്ല എന്നോട് പോലും അവള്
ഫോൺ വിളിച്ചിട്ടാണോ പറഞ്ഞത്? പിന്നെ എങ്ങനെ അമ്മയോട് ഇന്നലെ തലേരാത്രി പറയണേന്ന് ചോദിക്കുകയാണ്. കാരണം ഇന്ന് രാവിലെ അവൾക്ക് കോള് വന്ന് അർജന്റായിട്ട് ചെല്ലാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ അമ്മയോട് നേരത്തെ പറയണേന്ന് ചോദിക്കും. ഓ, അതൊക്കെ എന്നോട് പറഞ്ഞെന്ന് പറയണേ. രേവതി പറഞ്ഞു, അതെ രാവിലെ ഞാൻ കോലം വരച്ചുകൊണ്ടിരുന്ന സമയത്താ വർഷ പോകുന്നുണ്ട്. അപ്പൊ വർഷ എന്നോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞിട്ടില്ല, ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടാ പോയെന്ന് പറയണം. ഇതിപ്പോ ഒരു അടി ചന്ദ്രമതിക്ക് കിട്ടാനില്ല. ചന്ദ്രമതി ആകെപ്പാടെ നാണം കിട്ടുപോയി. ചന്ദ്രമതി ശരി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഒരു ചെറിയൊരു ചിരിയോട് കൂടിയിട്ട് രേവതി അടുക്കളയിലേക്ക് പോകണം. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നത്. സച്ചി വന്നിട്ട് അല്ല, ഇന്നലെ നിന്നോട് ബാത്റൂമിൽ സോപ്പ് വെക്കണമെന്ന് പറഞ്ഞിട്ട് സോപ്പ് വെച്ചായിരുന്നു, ബാത്റൂമിൽ സോപ്പ് തീർന്നു പോയായിരുന്നല്ലോ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ രേവതി പറഞ്ഞു, അത് പിന്നെ അത് ഇവിടെ കുളിക്കണ്ട, താഴെ പോയി കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു. താഴെ അതെന്താ? അല്ല, താഴെ പൈപ്പിന്റെ വീട്ടിൽ പോയി കുളിച്ചാൽ മതി. അവരുടെ മുറി കയറുന്നത് ശരിയല്ലല്ലോ. ആരുടെ മുറിയില്? അല്ല, അവിടെ ഇതിപ്പം വർഷ ശ്രീകാന്ത് ഉപയോഗിക്കല്ലേ ആ മുറിയില്, ആ മുറിയിൽ പോയി കുളിക്കുന്നത് ശരിയല്ല. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? അല്ല, അത് പിന്നെ ഞാൻ അമ്മ എന്തെങ്കിലും പറഞ്ഞു നിൽക്കും. അപ്പൊ നീ എവിടെ രാവിലെ കുളിച്ചെന്നൊക്കെ ചോദിക്കുക. ഞാൻ താഴെ പോയാ കുളിച്ച. ഓഹോ, അപ്പൊ നീ താഴെ പോയാ കുളിച്ചല്ലേന്ന് ചോദിക്കും. അല്ല, സച്ചേണ ഒരു കാര്യം ചെയ്യാം, സച്ചേണൻ സോപ്പും തോർത്തിക്കിട്ട് താഴെ പോയി കുളിച്ചോളാൻ പറയും. അവിടെ ടാപ്പ് പോലും ശരിയത്തില്ല, ടാപ്പും പൊട്ടിപ്പോയാ നേരം വേണ്ടും വെള്ളം പോലും വരുന്നില്ല. അവിടെ പോയി ഞാൻ കുളിക്കാനാ? ഇന്ന് ഞാൻ പണി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് നേരെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ശ്രീകാന്ത് മുറിയിലുണ്ടായിരുന്നു. ശ്രീകാന്തിനോട് പറഞ്ഞു, ഡേ നിനക്ക് എന്തായാലും ഇവിടുന്ന് എടുക്കാനുണ്ടോന്ന് ചോദിക്കണം. എന്തായാലും എടുക്കാണ്ട് പെട്ടെന്ന് എടുക്കാൻ പറയും. ഇത് കേട്ട ശ്രീകാന്ത് ചോദിച്ചു, എന്താ ഏട്ടാ? അതൊക്കെ ഉണ്ട്, എടുക്കാൻ പറയണം. പിന്നീട് ആ 2 ബാഗും തള്ളിക്കൊണ്ട് സച്ചിയെ പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തിട്ട് പെട്ടെന്ന് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറയണം. എന്താ സച്ചിയേട്ടാ? പിന്നീട് സച്ചി ഒന്നും വേണ്ടിയില്ല, അവനെ പുറത്താക്കിയിട്ട് സച്ചി കയറി കഥ അടച്ചു കുളിക്കാനായിട്ട് അങ്ങോട്ട് പോയി. ശ്രീകാന്തിന് എന്ത് ചെയ്യണം നടത്തില്ല. ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ആഹാ നീ ഇങ്ങനെ നോക്കി നിൽക്കുവാണോ? വന്ന് ആഹാരം കഴിക്കാൻ പറയാണ്. അല്ല, അത് പിന്നെ അല്ല വർഷ ആഹാരം വല്ലതും കഴിച്ചോടാന്ന് ചോദിക്കും. ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ അവൾക്ക് ഫുഡ് വേണ്ടേ? അവള് സാധാരണ എന്റെ ഹോട്ടലിൽ ഓർഡർ ചെയ്യുക ചെയ്യുന്നതെന്ന് പറയാം. ഇനി അതൊന്നും വേണ്ട, അതിന്റെ കാര്യമൊന്നുമില്ല. ഒന്നെങ്കിൽ രാവിലെ കെട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറയണം, അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാൻ പറയണം. ഇനിയിപ്പോ ഹോട്ടലിൽ നിന്ന് ഫുഡൊന്നും കഴിക്കണ്ടെന്ന് പറയാം. ശരിയെന്ന് പറയാം, നീ വന്നിരിക്കുക, ഞാൻ എടുത്തുതരാന്ന് പറയണം. അങ്ങനെ ശ്രീകാന്ത് വന്നിരുന്നു. അപ്പൊ തന്നെ സുധി ശ്രുതിയും കൂടെ വന്നു. അവർക്കും എടുത്തു കൊടുത്ത് ചന്ദ്രമതി കഴിക്കായിരുന്നു. ചന്ദ്രമതി പറഞ്ഞു, രവിയേട്ടൻ പുറത്തു പോയേക്കുക, എന്നോട് പറഞ്ഞിട്ടാ പോയത്, രവിയേട്ടൻ കഴിച്ചിട്ടാ പോയെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധി ശ്രുതിയും പരസ്പരം നോക്കി ചിരിക്കുക. എന്താ നിങ്ങൾ ചിരിക്കുന്നേ? അതെ, തമാശ പറഞ്ഞൊന്ന്, രവിയേട്ടൻ എന്നോട് പറഞ്ഞിട്ടാ പോയെന്ന് പറയാണ്. കാരണം വർഷയുടെ ആ ഒരു കാര്യം ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് അവര് ചിരിച്ചത്. പിന്നീട് ശ്രീകാന്തിനോട് നീ കഴിക്കടാ മോനെ എന്ന് പറയണം. അങ്ങനെ കഴിക്കാനായിട്ട് എടുത്തു കൊടുത്തു. ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, അമ്മേ വർഷയുടെ കാര്യം അറിയാലോ, അവൾക്ക് എപ്പോഴും ഏത് സമയത്ത് വിളി വരുമെന്ന് പറയാൻ പറ്റില്ല, അവൾക്ക് അപ്പൊ തന്നെ പോകേണ്ട വരും എന്ന് പറയണം. ഇത് കേട്ടതും സുധി ചാടിക്കടി പറഞ്ഞു, എന്റെ കാര്യം ഇങ്ങനെയാ, ചിലപ്പോ കസ്റ്റമർ എപ്പോഴാ വരുന്ന പറയാൻ പറ്റില്ല, അപ്പൊ തന്നെ പോണോന്ന് പറയാം. ചന്ദ്രമതി ഇങ്ങനെ സുധീനെ ഒന്ന് നോക്കി. സുധി ആകെപ്പോഴും ചമ്മിപ്പോയി. വലിയ ആള് കളിക്കാനായിട്ട് പറഞ്ഞ ജോലിയില്ല കൂലിയില്ല, പാർക്കിൽ പോയി ഊരി തണ്ടിയിരിക്കുക എന്നുള്ള കാര്യം ചന്ദ്രമതിക്കും അവന് സുധിക്കും മാത്രമല്ല അറിയത്തുള്ളൂ. ഈ സമയത്ത് രേവതി അങ്ങോട്ട് വന്നു. രേവതി നോക്കുമ്പോ ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അപ്പത്തേനും സച്ചി കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നു. സച്ചി കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ തന്നെ രേവതി പറഞ്ഞു, അതെ ഞാൻ കഴിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കണം. വേണ്ട, സമയമില്ല, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം. എന്നാ ശരി, ഒരു പാത്രത്തിനകത്ത് എടുക്കാൻ പറയണം. ഇവിടെ ഇരുന്ന് കഴിക്കുക. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറയണം. നിന്ന് കഴിച്ചിട്ടുണ്ട് ശരീരത്തെ പിടിക്കില്ലെന്ന് സച്ചിയേടൻ തന്നെയല്ലേ പറയാറുള്ളത്, പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കാൻ പറയണം. സച്ചി പക്ഷെ ഇരിക്കാൻ കൂട്ടാക്കില്ല. സച്ചിക്ക് പിന്നെ രേവതി ഒരു പ്ലേറ്റിനകത്ത് 2-3 ഇഡ്ഡലിയൊക്കെ എടുത്തുകൊണ്ടേ കൊടുക്കുകയാണ്. പിന്നെ ഒരു കസേര നീക്കിയിട്ട് കൊടുത്ത് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറയണം. അങ്ങനെ സച്ചി അവിടെ നിന്ന് ഇഡ്ഡലി കഴിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ചന്ദ്രമതി, ഓ നിനക്ക് നിന്റെ ഭർത്താവിന് മാത്രം ഊട്ടിയാൽ മതിയോ, ബാക്കിയുള്ളവർക്ക് വേണ്ടേ? ആ ചമ്മന്തി അങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം. ചമ്മന്തി അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ തന്നെ സച്ചി പെട്ടെന്ന് വിൽക്കുവാണ്. രേവതി ആ ചമ്മന്തി അവിടെ വെച്ചിട്ട് സച്ചിയുടെ തലയെ കൊട്ടി കൊടുക്കുക. ഇടി നിന്നോട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞെന്ന് പറയണം. രേവതി പെട്ടെന്ന് കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുത്തു. ചന്ദ്രമതി രൂക്ഷമായിട്ട് നോക്കി രേവതിനെ. രേവതി അത് പക്ഷെ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. ഈ സമയം സുധി പറഞ്ഞു, അവന് തീറ്റ മട്ടുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഏതാണ്ട് വലിയ കളക്ടർ ജോലിക്ക് പോകുന്ന പോലെ ഉണ്ടല്ലോ, എന്ത് ധൃതിയിലാ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് ഓടാൻ പാത്രം നിൽക്കണേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, അതെ വണ്ടി ഓടിക്കാൻ പോകുന്നതല്ലേ, ഒരോട്ടം വിളിച്ച കൃത്യസമയത്ത് തന്നെ ചെല്ലണമെന്ന് പറയാം. ചന്ദ്രമതിക്ക് അതും കൂടി ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതി പറഞ്ഞു, വേറെല്ലാരും ഇവിടെ ജോലിക്ക് പോകാനായിട്ട് ഇരിക്കുന്നവരാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സുധി അമ്മേനെ ഒന്ന് പാളി നോക്കുകയാണ്. പിന്നീട് കഴിപ്പെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ സച്ചി രേവതിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയണം. എന്താ, നീ മുറിയിലേക്ക് വരാൻ പറയാ. അങ്ങനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിനക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇവിടുന്ന് എടുക്കാനുണ്ടോന്ന് ചോദിക്കും. ഇല്ല, ഒന്നും എടുക്കാല്ല. ഒന്നുമില്ലേ? അല്ല കഴുകാനുള്ള തുണിയുണ്ട്, അത് പിന്നെ ഞാൻ എടുത്തോളാന്ന് പറയണം. വേണ്ട, എടുക്കാനുള്ളല്ലേ ഇപ്പൊ എടുക്കാൻ പറയാണ്. തുണി കഴുകാനുള്ള എടുത്തു. ഇനി സെൽഫോൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കും. ഇല്ലാന്ന് പറയണം.
എന്നാ പുറത്തേക്ക് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. രേവതി പുറത്തേക്ക് ഇറങ്ങി. സച്ചി മുറി അങ്ങോട്ട് പൂട്ടുവാണ്. ഇത് ഫുഡ് കഴിച്ചോണ്ടിരുന്ന അവരൊക്കെ കണ്ടു. പെട്ടെന്ന് ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു, നീ എന്ത് പരിപാടിയാ കാണിച്ച? മുറി എന്തിനാ പൂട്ടിയെന്ന് ചോദിക്കണം. അതെ, ഞങ്ങളുടെ മുറിയാ, അതുകൊണ്ട് ഇന്ന് മുതല് ഞങ്ങൾ മുറി ഉപയോഗിക്കണമെന്ന് പറയും. ഇത് കേട്ടൻ ചന്ദ്രമതി, എടാ അതെങ്ങനെ ശരിയാവും? പക്ഷേക്ക് ശ്രീകാന്തിന് വേണ്ടി 2 ദിവസം മുറി കൊടുത്തല്ലേ നിൽക്കും. അവര് വേണമെങ്കിലേ പുറത്തെവിടെയെങ്കിലും കിടന്നോളൂ. ഇന്നോട്ട് ഞങ്ങൾ എന്തായാലും ഇവിടെയാ കിടക്കുന്നത്. ഒരു മര്യാദയുണ്ട് അമ്മയ്ക്ക്. എന്റെ കാര്യം പോട്ടെ, ഞാൻ ടെറസിലോ എവിടെ വെള്ളം കിടക്കും, വണ്ടിക്കകത്ത് അവിടെ എവിടെയെങ്കിലും കിടക്കുന്ന. പക്ഷെങ്കിൽ രേവതി ഉണ്ടല്ലോ, ഇന്നലെ ആ ഹാളിൽ വെറും തറയിലാ കിടന്നേ. ആ ഒരു മര്യാദയുണ്ടോ? ബാക്കി എല്ലാവരും നല്ല സുന്ദരമായിട്ട് ബെഡിൽ കയറിയും കൂടെ കിടന്നല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും ചന്ദ്രമതി, അതിപ്പോ മുറിയില്ലാഞ്ഞിട്ടാ അല്ലേ? മുറിയില്ലാന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇതേ സുധയും ശ്രുതിയും കിടക്കുന്ന മുറിയുണ്ടല്ലോ, അവനാണെങ്കിൽ അച്ഛന്റെ പൈസയും കൊണ്ട് ഓടിപ്പോയതല്ലേ, ആ മുറി അങ്ങോട്ട് എടുക്കാൻ പറയണം. ആ മുറി അങ്ങോട്ട് കൊടുക്ക് ശ്രീകാന്തിനും വർഷയ്ക്കും. അപ്പൊ കുഴപ്പമുണ്ടോന്ന് ചോദിക്കും. എടാ അത് പിന്നെ കൊടുക്കാൻ ബുദ്ധിമുട്ടാ അല്ലേ? അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഒളിച്ചോടി പോയവനല്ലേ, അവൻ വല്ല കടത്തിന്മേലെല്ലാം കിടന്നോളും. അവന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞിട്ട് മുറി പൂട്ടി താക്കോലായിട്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പോ രേവതി വിളിച്ചു, സച്ചേട്ട അവിടെ നിക്കാൻ പറയാണ്. എന്താ എന്താ കാര്യം? അവിടെ നിക്ക്, കീ തന്നിട്ട് പോ. മുറി പൂട്ടിട്ട് പോ, എങ്ങനെ ശരിയാവണമെന്ന് നിൽക്കും. കീ ഒന്നും തരാൻ പറ്റില്ലെന്ന് പറയാം. സച്ചേട്ട പ്ലീസ് തന്നിട്ട് പോകാൻ പറയണം. നീ പറയുന്ന കൂടെ അനുസരിച്ചാ മതി. മുറിയുടെ കീ തന്നിട്ട് പോയിട്ടുണ്ടെങ്കിലേ നീ മുറി തുറന്ന് അവർക്ക് കൊടുക്കും. എനിക്കറിയാം, അതുകൊണ്ട് ഇത് എന്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയണം. രേവതി ആ പടം അന്താളിപ്പോടെ ഇരിക്കുവാണ്. അതിനേക്കാളും ഇത് ഒരടി കിട്ടിയ അവസ്ഥയിലാണ് ശ്രീകാന്ത് ഇരിക്കുന്നത്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, നമുക്കും നമ്മുടെ മുറി പൂട്ടിയാലോ, ഇനിയിപ്പോ ഇവരെങ്ങാനും അതിന്റെ അകത്ത് കയറി താമസിച്ചാലോ? ശ്രുതി പറഞ്ഞൊന്നും മിണ്ടാതിരിക്കാൻ പറയണം. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ശ്രീകാന്ത് പുറത്തേക്ക് ദേഷ്യപ്പെട്ട് ശ്രീകാന്ത് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. എല്ലാരും അവരുടെ മുറിയിലേക്കും പോയി. രേവതിക്കാണ് എന്ത് ചെയ്യണം നടത്തില്ല. രേവതി ആ പടം സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. രേവതിയുടെ അടുത്തേക്ക് ചന്ദ്രമതി ഇരുന്നു. ചന്ദ്രമതി എന്നിട്ട്, ഇപ്പൊ നിനക്ക് സമാധാനമായില്ല അല്ലേന്ന് ചോദിക്കാണ്. ഒരു ദിവസം പോലെ നിനക്ക് അവനെ പിരിഞ്ഞ് കിടക്കാൻ പറ്റില്ലല്ലേ, അതിന് മാത്രം എന്താടി ഇത്രമാത്രം നിനക്ക് ഉള്ളേന്ന് ചോദിക്കുകയാണ്. ഇത്രമാത്രം നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാനായിട്ട് എന്താ ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ രേവതിയോട് പറയാം. രേവതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോ സങ്കടം വന്നു. രേവതിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അധിക ദിവസം എങ്ങനെയാണ് നിനക്ക് ഇവിടെ വാഴാൻ നീ വിചാരിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് പോകുമ്പോഴത്തേനും രേവതിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകി. രേവതി സങ്കടപ്പെട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് പുറത്തു പോയി ശ്രീകാന്ത് കുറെ സമയം നിന്നു. പിന്നീട് അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. അകത്തേക്ക് കയറി വന്നിട്ട് തന്റെ 2 പെട്ടിയും എടുത്തു. അപ്പത്തിന് ചന്ദ്രമതി ഓടി വന്നിട്ട്, എന്താടാ നീ എന്താ പെട്ടിയൊക്കെ എടുത്തോണ്ട്? ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാന്ന് പറയണ. വീട്ടിൽ നിന്ന് പോവാനോ? എങ്ങോട്ട്? അതെങ്ങോട്ടേലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പെട്ടി എടുത്തോണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോ ഇടിവെട്ടേറ്റ അവസ്ഥ ചന്ദ്രമതി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാ, ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.